നമസ്കാരം. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇപ്പോൾ ഉള്ളത്. ദൂദ്സാഗർ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കേരളത്തിലേക്ക് ഇന്നൊരു യാത്ര പോവുകയാണ്. പൂനെ ജംഗ്ഷനിൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 10:50 എറണാകുളത്തേക്ക് പോകുന്ന പൂർണ്ണ എക്സ്പ്രസിലാണ് ഇന്നൊരു യാത്ര. സമയം രാത്രി 7:05. പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് പോകേണ്ട ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമോ നമ്പറോ ഒന്നും തന്നെ വരില്ല, കാരണം ഒരുപാട് സമയം ഇനിയുണ്ട്. ഇവിടെ ഈ സമയത്ത് നല്ല തിരക്കാണ്. സ്റ്റേഷന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ചെറിയ ഫുഡ് സ്റ്റാളുകളുണ്ട്. ബിരിയാണിയും ദോശയും അതൊക്കെ കിട്ടുന്ന ആ ഒരു ചെറിയ ചെറിയ കടകൾ അതിവിടെയാണ്. ലൈവായിട്ട് ഇപ്പം തന്നെ ആക്കി ഇവിടെ തന്നെ കൊടുക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. മെയിനായിട്ട് ബിരിയാണിയാണ്. ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണേ. മസാല ദോശയാണ് പറഞ്ഞത്. നവിയാണ് അത് കൊണ്ടുതരുന്നത്. 70 രൂപയാണ് മസാല ദോശക്കായത്. സാമ്പാറും ഉണ്ട്, ചട്നിയും ഉണ്ട്. രാത്രിക്ക് ഇന്ന് ഇത് കഴിക്കാം. ഭക്ഷണം കഴിച്ച് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണേ. ഇത് പൂനെന്ന് ബീഹാറിലെ ദാനാപൂരിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അൺറിസർവ്ഡിലേക്ക് കയറേണ്ട തിരക്കാണ് ഈ കാണുന്നത്. ക്യൂ ആണ്. ക്യൂ അങ്ങ് വരെയുണ്ട്. അതായത് ഇതങ്ങ് ആ ഭാഗത്താണ് അൺറിസർവ്ഡ്. അപ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ ഓടിച്ചാടി കയറാനൊന്നും പറ്റില്ല. ക്യൂ ഒക്കെ നിന്നിട്ട് മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. ഈ ട്രെയിനിൻ്റെ ഒക്കെ കാര്യം വളരെ ശോകം തന്നെയാണ്. കാരണം ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സും അൺറിസർവ്ഡ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാവും. എല്ലാവരും ചാക്കും കട്ടൊക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ദേ ക്യൂ എവിടം വരെ ഉണ്ടെന്ന് കാണുന്നില്ലേ? ഇവർക്കൊക്കെ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബീഹാറിലേക്കുള്ള ട്രെയിനിന്റെ തിരക്ക് കണ്ടില്ലേ? നമ്മുടെ കേരളത്തിൽ നിന്നും ബീഹാറിലേക്ക് ട്രെയിനുകളുണ്ട്. ഇതൊക്കെ പോലെ തന്നെയാണ്, തിരക്കൊക്കെ സെയിം തന്നെയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് പൂർണ്ണ എക്സ്പ്രസ് വരിക. ഒരു 10:15 കഴിയും എന്തായാലും ഇവിടത്തേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് കിട്ടും. കന്യാകുമാരിയിൽ നിന്ന് പൂനെയിലേക്കുള്ള ജയന്തി ജയന്തി ഇല്ലേ, അത് ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. 9:50 പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് ഇതാ പൂർണ്ണ എക്സ്പ്രസ് കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 110-97. മഴയുണ്ട്. ഇപ്പം ഷണ്ടിങ് ചെയ്ത് വരികയാണ്. പൂർണ്ണ എക്സ്പ്രസ് LHB ആയതിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. 4 അൺറിസർവ്ഡ് ഉണ്ട്. 2 എണ്ണം മുന്നിലും 2 എണ്ണം പുറകിലും. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പർ 7 എണ്ണം, 4 തേർഡ് AC, 2 സെക്കൻഡ് AC. അങ്ങനെയാണ്. ഇതിവിടെ നിന്നല്ലോ. ജനറലൊക്കെ നല്ല കോച്ച് തന്നെയാണ്, പക്ഷേ 2018 ഇത് 2020 മേഡ് കോച്ചാണ്. A2 ടയറാണ്. ഇതിൽ കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. 2022 മേഡ് A1. എല്ലാം പഴയത് തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 2016 ഹംസഫറിന്റെ ലിവറി. 2018 LHB ആയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് കുറച്ച് പുതിയതുപോലെ തോന്നിക്കുന്നുണ്ടില്ല. ഇതും 2018 തന്നെയാണ്. ഇനി സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഏത് വർഷമാണ് നിർമ്മിച്ചത് നമുക്ക് നോക്കാം. ഈ ട്രെയിനിൽ പാൻട്രി കോച്ച് ഉണ്ട്. സ്ലീപ്പർ ക്ലാസ് ഇവിടെ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. S7
2025 മേട് പുതുപുത്തൻ കോച്ച്. ഇതും കണ്ടിട്ട് അങ്ങനെ തന്നെയാണ്, നല്ല കോച്ച് തന്നെയാണ് കണ്ടിട്ട്. 2025 അടിപൊളി കോച്ച്. ഇതും അത് തന്നെ ആവാനാണ് സാധ്യത. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ S1-ലാണേ. S1-ൽ കയറി പാടുള്ള ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ കോച്ചും കൂടെ 2025 മേടായാൽ മതിയായിരുന്നു. ഇത് 2018 അന്ന് അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം. അതെ, 2018 മേട് കോച്ചായത്. S1 ഇതിലാണ് നമുക്ക് യാത്ര. അയ്യോ, ഇത് 2021 മേടാണ്, കുറച്ച് പഴക്കമാണ്. പക്ഷേ കണ്ടിട്ട് നല്ലൊരു കോച്ച് പോലെ തോന്നിക്കുന്നുണ്ട്. ഇതിന് ശേഷം പിന്നെ അൺറിസേർവ്ഡ് ആണ്. ഡോറൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിംഗ് ആണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്ന എറണാകുളം വണ്ടി മീരജ് വഴി, മറ്റൊന്നുള്ളത് പനവേൽ വഴി. ആഴ്ചയിൽ 2 ദിവസമുള്ള വണ്ടിയാണ്, സൂപ്പർ ഫാസ്റ്റ്. പിന്നെ ഉള്ളത് ബീഹാറിലെ ദർഭംഗയിലേക്ക്. ഡോറൊക്കെ തുറന്നു, പക്ഷെ ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. 75 അപ്പർ ബർത്താണ്, പിന്നെ ഉള്ളത് 77 ഈ മിഡിൽ ബർത്താണ്. അതായത് RAC ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തതാണ്. ഈ ഡോറില്ലേ, ഇതിൻ്റെ നേരെ ഇവിടെ തന്നെയാണ് ബർത്ത്. എന്തായാലും ഒരു അപ്പർ ബർത്ത് ഉള്ളത് കൊണ്ട് പിന്നെ ഒരു ആശ്വാസം. നല്ല വൃത്തിയുള്ള കോച്ച് തന്നെയാണ്. ഇവിടെ 3 പ്ലഗ് പോയിന്റുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മിറർ കൂടി ഉണ്ട്. ഈ ലൈറ്റ് ഇല്ലേ, ഈ ലൈറ്റ് ഓഫ് ആവുകയില്ല. ഈ അപ്പറിലാണ് കിടക്കേണ്ടത്. ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ സൈഡ് ഡോറും സൈഡ് അപ്പറൊക്കെ പ്രിഫറൻസ് കൊടുത്തതാണ്. RAC ആകുമ്പം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ കിട്ടിയത് അപ്പറും മിഡിലും. പൂർണ്ണ എക്സ്പ്രസ്സിൽ ഒരാഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. RAC 21, 22 എന്ന നിലയിലുണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തു. ചാർട്ടർ പ്രിപ്പയർഡ് ആകുമ്പം 2 ബർത്തും കിട്ടി. ഞങ്ങൾ പൂനെന്ന് ഷൊർണൂർ വരെയാണ് യാത്ര ചെയ്യുന്നത്. ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 585 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹായ യാത്രക്കാരെല്ലാം മിക്കവാറും മലയാളികളാവാൻ തന്നെയാണ് ചാൻസ്. കാരണം ചാർട്ട് നോക്കിയ സമയത്ത് ആലുവ, തൃശ്ശൂർ ആ ഒരു ഇതൊക്കെയാ കണ്ടത്. പക്ഷെ ആരും തന്നെ വീന്നില്ല. കാരണം ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് കയറി തന്നെ നമ്മൾ തന്നെയാണ്. WDP 4D ആണ് ലോക്കോമോട്ടീവ്. എറണാകുളം വരെ ഈ ലോക്കോമോട്ടീവ് തന്നെയാണ്. ട്രെയിൻ പുറപ്പെടാൻ ഇനിയും 40 മിനിറ്റും കൂടി ഉണ്ട്. കറക്റ്റ് 10:50 തന്നെ പൂനെ ജംഗ്ഷനിൽ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് 145 കിലോമീറ്റർ കഴിഞ്ഞ് സത്താറ. ഇപ്പോഴെത്തൂല. പൂനെ റെയിൽവേ സ്റ്റേഷനൊക്കെ സെൻട്രൽ റെയിൽവേന്റെ കീഴിലാണ്. ഇന്ന് രാത്രി മുഴുവനും മഹാരാഷ്ട്ര വഴിയാണ് ട്രെയിൻ ഓടുക. നാളെ രാവിലെ കർണാടക എത്തിയ ശേഷം കാണാം. രാവിലെ 6:10 കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു സ്റ്റേഷനിൽ സിഗ്നൽ കാരണം നിർത്തി. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് ബലഗാവിയിലേക്ക്. ഇവിടെയും നല്ല മഴക്കാറാണ്. നിലവിലിപ്പോൾ മഴയൊന്നുമില്ല. തൊട്ട് മുന്നിലായി നെൽപ്പാടാണുള്ളത്. ഈ നെൽപ്പാടം പുറകിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ട്രെയിനിൽ വലിയ ഡിലേ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നെല്ലാണ്. നെല്ല് കൂടാതെ തന്നെ കരിമ്പ് കൂടിയുണ്ട്. ബലഗാവി സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. ആറ് 26. അണ്ടർസോളിൽ കയറാനൊക്കെ ഇവിടെ തിരക്കുണ്ട്.
ബെലഗാവി. ഇവിടെ 5 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അവിടെയാണ് മനോഹരമായിട്ടുള്ളത്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ ബെലഗാമില് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒന്നാണ് കുന്ത, ബെലഗാവി കുന്ത. അപ്പൊ ഇവിടത്തെ സ്റ്റാളിലൊക്കെ നമുക്ക് കുന്ത വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങളത് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ഒട്ടുമിക്ക സ്റ്റേഷനിലും ഇതുപോലെയുള്ള സ്ക്രീനിങ് ഉണ്ട്. അതായത് രാത്രിക്കും നല്ല വ്യക്തതയോടെ ഇത് കാണാൻ പറ്റും. ഇതെന്തോ നല്ല ഉപകാരമാണ്. കർണാടകയും മഹാരാഷ്ട്രയും സംസ്ഥാന തർക്കത്തെ ചൊല്ലി പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബെലഗാവി. മുമ്പൊക്കെ വളരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് കർണാടകേൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥലമൊക്കെ. ട്രെയിൻ ഇപ്പോൾ ലോണ്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മഡ്ഗാവിലേക്കുള്ള ട്രാക്കാണ് ഈ കാണുന്നത്. അതുവഴിയാണ് ഇനി പോകേണ്ടത്. ഇവിടുന്ന് ലോക്കോ റിവേഴ്സൽ ഉണ്ട്. എട്ട് 20-നാണ് ലോണ്ടയിൽ ട്രെയിൻ എത്തേണ്ടത്. 7:30 ഒരുപാട് നേരത്തെ എത്തി. പക്ഷെ ആ ഒരു ലോക്കോ റിവേഴ്സലിൻ്റെ അതൊക്കെ ആവുമ്പോൾ ടൈം ഓക്കെ ആവും. പിന്നെ ഇതിന് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. ഇവിടുന്ന് എന്തായാലും നമുക്ക് രാവിലെ ഭക്ഷണം വാങ്ങിക്കാം. ഇവിടുന്ന് വാങ്ങിക്കാം. ഇഡ്ഡലി ഉണ്ട്, വടാപ്പാവുണ്ട്. 2 പ്ലേറ്റ് ഇഡ്ഡലി വാങ്ങിച്ചോ. ഇഡ്ഡലി വട. ഇവിടെ കൂടുതൽ ഇങ്ങനെയുള്ള സ്റ്റാളുകളാണ്, പാക്കിംഗ് ആയിട്ടുള്ള. ഇവിടുന്ന് ഇപ്പൊ തന്നെ എടുത്തു തരും. ചട്നി ഉണ്ടാവും മിക്കവാറും. അതെ, ചട്നി. വടയുണ്ട് ഇവിടെ ഒരുപാട്. ഇഡ്ലി വടക്ക് ഒരെണ്ണത്തിന് 40 രൂപയാണ് ആയത്. അതുപോലെ തന്നെ ഈ ലോണ്ട ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന ബെലഗാവി റൂട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഹുബ്ബള്ളിയിലേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പോകുന്ന മഡ്ഗാവ് റൂട്ട്. ഇവിടുന്ന് ലോക്കോമോട്ടീവ് റിമൂവ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകും. പിന്നെ പൂർണ്ണ എക്സ്പ്രസിന്റെ നിലവിലെ അൺറിസേർവിലത്തെ തിരക്ക് എങ്ങനെയാണെന്ന് കാണണ്ടേ? നമുക്ക് അതുവഴി കയറി വരാം. ഇവിടെ ഇപ്പം നല്ല മഴയാണ്. ഇതുവഴി നമുക്ക് കയറാൻ എന്തായാലും കുറച്ച് മഴ എന്തായാലും നനയാം. ഇവിടെയൊക്കെ നല്ല വഴുക്കലും ഉണ്ട്. എന്താ ഇതുവഴി നമുക്ക് കയറി സ്ലീപ്പറിന്റെ അവിടത്തോട്ട് പോവാം. തിരക്കില്ലേ ഇല്ല. ഇത് എത്രയാ സീറ്റുകള് വേക്കൻറ്റ്. സുഖമായിട്ട് പൂണെന്ന് നാട്ടിലേക്ക് പോകാൻ പറ്റിയൊരു ട്രെയിനാണിത്. ഇഷ്ടപ്പെട്ട സീറ്റുകൾ. നമ്മുടെ ഇവിടെയൊക്കെ വേണമെങ്കിൽ വന്നിരിക്കാം. സ്ലീപ്പറിനെ കാട്ടിയും തിരക്ക് കുറവ് അൺറിസേർവ്ഡിലാണ്. അങ്ങനെ റിമൂവ് ചെയ്ത് ലോക്കോമോട്ടീവ് വരികയാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഒരുപാട് പേര് ഈ കാഴ്ച കാണാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം കപ്പിൾ ചെയ്യും.
10 മിനിറ്റ് കൂടി ഉണ്ട് ട്രെയിൻ പുറപ്പെടാൻ. ലോക്കോമോട്ടീവൊക്കെ സെറ്റായിരിക്കുകയാണ്. ലോണ്ട ഈ പ്ലാറ്റ്ഫോമിലൂടെ മഴ പെയ്തതിനു ശേഷം നടക്കുമ്പോൾ നല്ല വഴുക്കലുണ്ട്. ഓടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിച്ച് വീഴും. 8:30 ഇവിടുന്ന് പുറപ്പെടേണ്ട ട്രെയിനാണ്. 9:15 ഇതുവരെയായിട്ട് ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. നേരത്തെ ഇവിടെ എത്തിയതാണ്. ഇവിടുന്ന് ഇപ്പം ഡിലേ ആയിരിക്കുകയാണ് വണ്ടി. ദാദർ ഹുബ്ബള്ളി എക്സ്പ്രസ് കടന്നു വരികയാണ്. ഇത് ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നിന്നു ഇനിയിപ്പം നമ്മുടെ ട്രെയിൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. 2 മണിക്കൂറിന് മുകളിലായി ഈ സ്റ്റേഷനിൽ വന്നിട്ട്. ദൂസാഗർ റൂട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണം. അത് കാരണം തന്നെയാണ് ഈ വണ്ടി ഇവിടുന്ന് ഡിലേ ആവാൻ കാരണം. ഇതുവഴി ഇപ്പോൾ റാണി ചെന്നമ്മ എക്സ്പ്രസ് ഒക്കെ കടന്നുപോയി. എന്താ ഒരു ഫ്രെയിം! ഇപ്പൊ 10 മണിയായി. ഇതുവരെ ആയിട്ടും നമ്മുടെ വണ്ടി എടുത്തില്ല. ഇതൊക്കെ നോക്കി നിൽക്കാം. മഴയും പെയ്തു തുടങ്ങി. ഇവിടെ ഇപ്പം ചാലൂക്യ എക്സ്പ്രസ് വരാനുണ്ട്. മുംബൈയിലെ ദാദറിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന ചാലൂക്യ എക്സ്പ്രസ് കടന്നു വരികയാണ്. WP4 ആണ് ഇതിൻ്റെ ലോക്കോമോട്ടീവ്. ഭുസാവൽ ഏഴരക്ക് ഇവിടെ എത്തിയതാണ്. 10:20 3 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ഈ സ്റ്റേഷനിൽ നിന്നു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കേസിൽ റോക്ക്. നല്ല വളവുകളാണ്. ട്രെയിൻ ഇപ്പോൾ തിനായിഘട്ടിലെത്തിയിരിക്കുകയാണ്. വാസ്കോഡ ഗാമയിൽ കൊൽക്കത്തയിലെ ഷാലിമാറിലേക്കുള്ള അമരാവതി എക്സ്പ്രസ് കാസൽ റോക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എന്തായാലും ആ ട്രെയിനെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം മഴയില്ല, പക്ഷെ നല്ല കാറ്റാണ്, തണുത്ത കാറ്റ്. രാവിലെ ഗോവയിൽ നിന്ന് വിട്ട വണ്ടിയാണ്. ട്രാക്കിലേക്ക് മരമൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാകാം ട്രെയിൻ ഡിലേ ആയത്. പിന്നെ ഈ റൂട്ടൊക്കെ ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ റൂട്ടും മുഴുവനായും ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ ഓടി തുടങ്ങും. ഇന്ത്യയിൽ ഏകദേശം ഒരു
95% അധികവും ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. കുറച്ച് ഭാഗങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. കാസിൽ റോക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇവിടെ നിന്ന് 2 ബ്രേക്കർ ലോക്കോമോട്ടീവുകൾ അറ്റാച്ച് ചെയ്യുകയാണ്. WDP 4D തന്നെയാണ്. കാരണം ഇനി ഇറക്കം ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഇറക്കം ഇറങ്ങി പോകുന്ന ട്രെയിൻ ആണെങ്കിൽ ബ്രേക്കറാണ് അറ്റാച്ച് ചെയ്യുക. ഇനി കയറ്റം കയറി പോകുന്ന ട്രെയിൻ ആണെങ്കിൽ ബാങ്കർ. ഇനി ഇവിടെ മുതലാണ് ഗാർഡ് സെക്ഷൻ തുടങ്ങുന്നത്. ബ്രഗാൻസ എന്നാണ് ആ ഗാർഡ് സെക്ഷന്റെ പേര്. 26 കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. അതായത് ഇവിടെ കാസൽ റോക്ക് മുതൽ കൂലേം വരെ. അതായത് കൂലേക്ക് വരുന്നത് ഗോവയിലാണ്, ഇത് കർണാടകയും. അപ്പം ഈ ഒരു ദൂദ്സാഗർ വെള്ളച്ചാട്ടമാണ് ഈ നമ്മൾ ഈ പറഞ്ഞ യാത്ര ചെയ്യുന്ന റൂട്ടിൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. അതിന്റെ ഒരു ശരിയായ ഒരു ലൊക്കേഷൻ പറയുവാണെങ്കിൽ ഇവിടുന്ന് 13 കിലോമീറ്റർ, അതായത് കാസൽ റോക്കിൽ നിന്നും അതുപോലെ തന്നെ കൂലേത്ത് നിന്ന് 13 കിലോമീറ്റർ ആണ് ഈ ഒരു ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന ഒരു ദൂരം എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടുന്ന് കൂലത്തേക്ക് പോകുന്ന ഒരു ഗാർഡ് സെക്ഷന്റെ ആ ഒരു നടുഭാഗത്താണ് പറയുന്ന ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പോകുന്ന സമയത്ത് ഇപ്പൊ കാണാൻ കഴിയുമെന്ന് അറിയില്ല. മുംബൈ ആണെങ്കിലുണ്ടല്ലോ ഈ ഒരു ട്രാക്ക് വഴി ട്രക്കിങ്, അതായത് ട്രക്ക് ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒഫീഷ്യലി പറഞ്ഞാൽ അതൊരു ഇല്ലീഗൽ തന്നെയാണ്. അതായത് ഇപ്പൊ ബ്രേക്കറിന്റെ അത് എടുക്കാൻ പോയ സമയത്താണ് അവിടെ വ്യക്തമായ അനൗൺസ്മെന്റ് ഉണ്ട്, ഒരു കാരണവശാലും ദൂദ്സാഗറിലേക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പാടില്ല, പിടിച്ചു കഴിഞ്ഞാൽ ഫൈനാണ്. മനു, ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഒരിക്കലും അത് തെറ്റായിട്ട് നിങ്ങൾ ഇത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പാക്കേജ് പോലെയൊക്കെ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇടയിൽ കാണാനുണ്ടായി. അപ്പൊ അതിന്റെ പറയുന്നത് കൂലേത്ത് നിന്ന് ട്രക്ക് ചെയ്തിട്ട് ട്രാക്ക് വഴി വരുന്ന കാര്യമാണ്. ഒരിക്കലും പറഞ്ഞാൽ അത് ഇല്ലീഗലാണ്. റെയിൽവേന്ന് ഇവിടുന്ന് പോലീസ്, റെയിൽവേ RPF ഒക്കെ ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ലാസ്റ്റ് കോടതി പോകേണ്ട ഒരു അവസ്ഥ വരും. അതായത് ഈ റെയിൽവേന്റെ ഊരി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. നോക്കിയും കണ്ടും ചെയ്യുക. ട്രക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇതുപോലെ ട്രെയിനിൽ പോയിട്ട് നിങ്ങൾ അതൊക്കെ കണ്ടോ? അതുപോലെ തന്നെ മഴ ഇല്ലാത്ത സമയത്ത്, അതായത് അധികം വെള്ളമില്ലാത്ത സമയത്ത് റോഡ്, അതായത് അല്ലാത്ത രീതിയിൽ ജീപ്പ് വഴിയൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ വലിയ വിഷയമില്ല. ട്രാക്ക് വഴി നടന്നു വരാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല. 11:30 കാസൽ റോക്ക് ഒന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ബാങ്കറൊക്കെ ആയിട്ട് പോകുന്ന ലോക്കോമോട്ടീവുകളാണ്. ഈ മുകൾ ഭാഗത്ത് ട്രെയിൻ നിർത്താനുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. അങ്ങനെ ഇറക്കം ഇറങ്ങി പോവുകയാണ്. എല്ലാവരും ട്രെയിനിന്റെ ഇടതുഭാഗത്ത് തന്നെയാണുള്ളത്. ഇതൊരു നാഷണൽ പാർക്കാണ്. അതിന്റെ പേര് ഭഗവാൻ മഹാവീർ എന്നാണ്. ഇപ്പൊ റൂട്ടിലെ തുരങ്കം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ടണൽ നമ്പർ 1. സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഈ ഒരു വേഗത്തിൽ മാത്രമേ ട്രെയിൻ പോകുള്ളൂ.
ഏകദേശം ദൂദ്സാഗറിന്റെ ഭാഗത്ത് എത്താനായി. ഒരു ആർച്ച് ബ്രിഡ്ജാണ്. വെള്ളമാണ് മുഴുവൻ ഇതാ വരുന്നത്. ഇവിടെയൊക്കെ ഇലക്ട്രിഫിക്കേഷൻ്റെ ആ ഒരു വർക്കുകളൊക്കെ നടക്കുന്നതാണ്. ഈ ഭാഗത്തൊക്കെ വെള്ളം ധാരാളമായി വരുന്നുണ്ട്. എന്റെ അമ്മ ഇത്രയും വെള്ളമുണ്ട്. ശാന്ത മോനെ
ദൂത്സാഗർ. അങ്ങ് ദൂരെയായി വാട്ടർഫാൾ കാണാം. ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ ട്രെയിന് ബാങ്കർ കാണാം. 3 or 4 ഉണ്ടാവും എന്തായാലും. മുന്നിൽ തന്നെ 2 എണ്ണം ഉണ്ട്. പുറകിൽ എത്ര എണ്ണം ഉണ്ട് നോക്കാം. ശക്തമായ മഴ വന്നിരിക്കുകയാണ്. ട്രെയിനിപ്പം കുളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂനെയിൽ നിന്നും 518 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇപ്പോൾ ട്രെയിൻ ഇവിടെ എത്തിയത്. 12:48 കേസൽ റോക്കെന്ന് അറ്റാച്ച് ചെയ്ത ബ്രേക്കർ ഇവിടുന്ന് റിമൂവ് ചെയ്യും. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, എന്നിട്ട് പോലും അവിടെ ട്രക്ക് ചെയ്ത് വന്ന ഒരാളെ പോലും കണ്ടില്ല. കാരണം അത്രയും ഇപ്പം കർശനമായിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരാളും തന്നെ അവിടെ ഇല്ല. അതായത് എടുത്തു പറയാൻ കാരണം ഞങ്ങൾ 2 വർഷം മുന്നെയാണ് ഈ വഴി മഴക്കാലത്ത് യാത്ര ചെയ്തത്. ആ സമയത്ത് പറഞ്ഞാൽ പോകുന്ന വഴി മൊത്തം ഇതേപോലെ ട്രക്കിംഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരായിരുന്നു. അതെ, ഇന്ന് ആള് പോലും ഇല്ല. പൂർണ്ണ എക്സ്പ്രസിന്റെ 1ാമത്തെ ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം 2ാമത്തെ പാർട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റ്സിനോട് തിരക്കും. ബൈ ബൈ.